ഹലോ, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്ന് ഒരു പുഴുക്കുണ്ടാക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം. സാധാരണ പുഴുക്കൊന്നും അല്ല കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം തന്നെ ഒരു ഉരുളിയോ ഒരു പാത്രമോ എടുത്ത് വെച്ച് അതിൽ വെള്ളം ഒഴിച്ച് അതൊന്ന് തിളയ്ക്കാൻ അനുവദിക്കുക. അതിനുശേഷം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയ വൻപയർ, അത് കുതിർത്ത് വെച്ച വൻപയറാണ്. ആ കുതിർത്ത് വെച്ച വൻപയർ ഇട്ട് കൊടുക്കുക. ഇനി അതൊന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ഇത് സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്ന ടൈപ്പ് കപ്പ വെച്ചിട്ടോ ഒന്നുമുള്ള പുഴുക്കല്ല. ഞാൻ ഇതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് വെന്ത് പകുതിയാവുമ്പോൾ ഒരു മുക്കാൽ കഴിയുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ കായയും മത്തങ്ങയും ആഡ് ചെയ്തു. അപ്പോൾ കായം മത്തങ്ങ ഇത്തിരി വലിയ കഷ്ണങ്ങളാക്കി തന്നെയാണ് ഇട്ടിരിക്കുന്നത്, കാരണം അത് വെന്ത് കുഴയും. അതുകൊണ്ട് അതിനുശേഷം ഞാൻ ചേമ്പില്ലേ അതും കൂടെ കുറച്ചിട്ട് കൊടുത്തു, ഇച്ചിരി കുഴയാൻ വേണ്ടി. സാധാരണ ഉണ്ടാക്കുന്ന പുഴുക്കല്ല, ഈ നമ്മൾ കപ്പയൊക്കെ വെച്ചുണ്ടാക്കുന്ന പുഴുക്കല്ല. ഇതിപ്പോൾ കഷ്ണങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ ഉണ്ടാക്കുന്ന പുഴുക്കാണ്. ഇത്തിരി മുളക് പൊടി ആഡ് ചെയ്തു. അതിനുശേഷം ഇച്ചിരി ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഉപ്പ് വേണമെങ്കിൽ ഇനിയും ഇടാം, മുളക് പൊടി അതെ. ഇനി ചതച്ചെടുക്കാൻ വേണ്ടി നമ്മൾ ചെറിയുള്ളി, മുളക്, ജീരകം, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ കറിവേപ്പില ഇത്രയും ഇട്ട് നമ്മളൊന്ന് കല്ലിൽ ചതച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതിൽ ചെറിയുള്ളി ഇടണ്ട എന്നുണ്ടെങ്കിൽ അതും കുഴപ്പമൊന്നുമില്ല, അല്ലാതെയും ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് ചതച്ചെടുക്കാം. അരയ്ക്കണ്ട, കാരണം ഇത് പുഴുക്കാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ജസ്റ്റ് ചതച്ചെടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിവിടെ കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞു. ഇനി നമുക്കതിലേക്ക് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, അതുപോലെ മുളക് പൊടി വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് ചെറുതായിട്ടൊന്ന് ഉടയ്ക്കുന്നുണ്ട്, കാരണം ഇച്ചിരി വലിയ കഷ്ണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉടച്ചു. ഇനി നമുക്ക് നമ്മൾ ചതച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യുക. ഇച്ചിരി വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വെള്ളം വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെള്ളവും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇത്തിരി കുഴകുഴാന്നിരിക്കും. ഞാനിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട് കുറച്ച് വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം. അതിനുശേഷം ഞാൻ അടച്ചു വെച്ചു. ഒന്ന് വെന്ത് കഴിഞ്ഞപ്പോൾ അത് തുറന്നു. ഇത് നമ്മുടെ പുഴുക്ക് റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിത് നല്ലൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.